കുഞ്ഞിനെയും കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാനൊരാഗ്രഹം തോന്നിയത്. നാട്ടിലായിരുന്നെങ്കിൽ ഇടവും വലവും ഒക്കെ ആൾക്കാർ നിന്ന് പരിചരിക്കേണ്ട സമയമാണ്. ഇവിടെ ഇപ്പോൾ പെറ്റേണിറ്റി നിൽക്കുന്ന വിശാലേട്ടനേ ഉള്ളൂ പരിചരണത്തിന്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹം വ്യക്തമാക്കി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നേരെ അടുക്കളയിലോട്ട് പോയത്. അവിടെ ചെന്ന് ഷെഫ് പിള്ളയെ മനസ്സിൽ വിചാരിച്ച് അടുപ്പത്ത് വയ്ക്കാനായിട്ട് ചീനച്ചട്ടിയൊക്കെ കറക്കി മുറിച്ചെടുക്കുന്നുണ്ട്. എന്തോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അറിയാം. ഇംഗ്ലീഷുകാരൻ്റെ സ്റ്റൈലിൽ കുറച്ച് തക്കാളി മുറിച്ച് അത് ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പ് അതിൻ്റെ അകത്ത് കുറച്ച് കൊച്ചുള്ളിയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വഴുതനങ്ങയാണ് ആഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആഡ് ചെയ്തത്, എന്തൊക്കെയാണ് ടിപ്പെന്നൊക്കെ സീക്രട്ട് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അതൊന്നും ഇപ്പോൾ പറയത്തില്ല, കഴിച്ച് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയിട്ട് അപ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് പുളിവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നു, ചെറിയ ഉള്ളി കിടന്ന് തിളയ്ക്കുന്നത് കാണാം. പിന്നെ കണ്ടിട്ട് കത്തിരിക്ക കാരക്കുളമ്പാണെന്ന് തോന്നുന്നു, തമിഴ്നാട് സ്റ്റൈല്. ആൾ തമിഴ്നാട്ടിലൊക്കെ പഠിച്ച കാരണം തമിഴന്മാരുടെ രീതിയൊക്കെ അറിയാൻ തോന്നുന്നു. എന്തായാലും സംഭവം റെഡിയായി. അപ്പോൾ കുറച്ച് ചോറും ആ ചോറിൻ്റെ പുറത്തേക്ക് ഇളക്കി മറിച്ച് വഴുതനങ്ങ കറിയും കൂടെ അങ്ങ് ഒഴിച്ച് കുറച്ച് കൂടുതൽ കറി എടുത്തു. കൂടുതൽ കറിയും ചോറും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. പറയുമ്പോൾ ഇപ്പോൾ വെള്ളം വരുന്നു അതിൽ. കൂട്ടത്തിലൊരു മുട്ട പൊരിച്ചത്, അത് പിന്നെ ദേശീയ ആഹാരത്തിൻ്റെ കൂട്ടത്തിലുള്ളതാണ് മുട്ട. അതിൻ്റെ കൂട്ടത്തിൽ ചോറും ആ കറിയും കൂടെ ഇളക്കി കുഴച്ച് ചവ കണ്ടാലറിയാം, ചവയ്ക്കുന്നതിൻ്റെ രീതി കണ്ടാലറിയാം ടേസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും കൂടെ ഇട്ട് ഞാൻ ഇച്ചിരി തൈരും കൂടെ എടുത്തായിരുന്നു. തൈരും കത്തിരിക്കക്കറിയും മുട്ടയും അടിപൊളി.